ഹലോ, വെൽക്കം ടു മാക്സിയോൺ. കേരള സെറ്റ് മാത്തമാറ്റിക്സിലെ ജാനുവരി 2024 ലീനിയർ ഓൾജിബ്ര ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ നിന്നും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 72, അതായത് ഓർഡർ 72 ഉള്ള നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്, അതായത് ഐസോമോർഫിക് അല്ലാത്ത അബീലിയൻ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അപ് ടു ഐസോമോർഫിസം നമ്മൾ ഗ്രൂപ്പുകളുടെ എണ്ണമൊക്കെ കാണാറുണ്ട്. ഇവിടെ അപ് ടു ഐസോമോർഫിസം നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള അബീലിയൻ ഗ്രൂപ്പുകൾ, അതായത് എത്ര അബീലിയൻ ഗ്രൂപ്പുകൾ ഉണ്ട് ഓഫ് ഓർഡർ 72 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല എക്സാമുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ ജി ആണെങ്കിൽ, അതായത് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു എൻ ആണെന്ന് നമ്മൾ എടുക്കാം. അതായത് ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ഓർഡർ എൻ ആണ്. ആ എന്നിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. അതായത് P1 റേസ് ടു A1, P2 റേസ് ടു A2, അല്ലെങ്കിൽ P1 റേസ് ടു N1, P2 റേസ് ടു N2 എക്സെട്ര Pn റേസ് ടു Nn എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, അതായത് പ്രൈം ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു നമ്പറിനെയും നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ n എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ P1 റേസ് ടു N1, P2 റേസ് ടു N2 എക്സെട്ര Pn റേസ് ടു Nn എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് ഐസോമോർഫിക് അല്ലാത്ത അബീലിയൻ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ടാവുക അതിൻ്റെ പാർട്ടീഷ്യൻസുകളായിരിക്കും, അതായത് പവറിൻ്റെ പാർട്ടീഷ്യൻസുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതായത് നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമിൻ്റെ പവറുകളുടെ പാർട്ടീഷ്യൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ്, അതായത് പാർട്ടീഷൻ ഓഫ് N1 ഇൻറ്റു പാർട്ടീഷൻ ഓഫ് N2 ഇൻറ്റു എക്സെട്ര പാർട്ടീഷൻ ഓഫ് Nn എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 72 ആണ് അല്ലേ. അപ്പോൾ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് എന്താണ്, 72 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ 72നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 36 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടുന്നുണ്ടാവും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടുന്നുണ്ടാവും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് 72നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. 72 ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്തായിരിക്കും, പാർട്ടീഷൻ ഓഫ്, നമുക്ക് പവറിൽ എന്താണുള്ളത് 3 അല്ലേ, പാർട്ടീഷൻ ഓഫ് 3 ഇൻറ്റു അടുത്തത് നമുക്ക് പവറിൽ 2 ഉണ്ട്, പാർട്ടീഷൻ ഓഫ് 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ പാർട്ടീഷൻ ഓഫ് 3 ഇൻറ്റു പാർട്ടീഷൻ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ പാർട്ടീഷൻ എന്ന് പറയുന്നത് 3 പാർട്ടീഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒന്ന് 3, മറ്റൊന്ന് 2+1, പിന്നെ ഒന്ന് വരുന്നത് 1+1+1, 3 പാർട്ടീഷൻസ് ആയിരിക്കും 3ക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ 2നുള്ള പാർട്ടീഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 ആൻഡ് 1+1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരിക്കും ദ ടോട്ടൽ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ 72 ഓർഡറിലുള്ള നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരൊറ്റ റിസൾട്ട് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് 5 be a ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Z24 ടു Z8. അതായത് 5 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. ഡിഫൈൻ ചെയ്യുന്നത് Z24ൽ നിന്നും Z8ലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ദ കേർണൽ ഓഫ് ദ ഹോമോമോർഫിസം 5 ഈസ് ദ ഗ്രൂപ്പ്. അതായത് ഈ തന്നിരിക്കുന്ന 5യുടെ കേർണൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 എന്ന് പറയുന്ന ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത് Z24ൽ നിന്നും ഓൺ ടു ഹോമോമോർഫിസം ആണ് Z8ലോട്ട് ഉള്ളത്. അതായത് ഓൺ ടു 5 എന്ന് പറയുന്നത് ഓൺ ടു ആണ് എന്നും കൂടെ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേർണൽ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് Z24 ഡിവൈഡഡ് ബൈ നമുക്ക് അതിൻ്റെ കേർണൽ അല്ലെ, കേർണൽ ഓഫ് 5 എന്ന് പറഞ്ഞാൽ കേർണൽ ഈസ് ഐസോമോർഫിക് ടു എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, അതായത്
Z8 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മുടെ ഫസ്റ്റ് തിയറം ഓഫ് ഐസോമോർഫിസം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് തിയറം ഓൺ ഐസോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മീൻ ചെയ്യുന്നത്, നമുക്ക് ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്നും ജി ഡാഷിലോട്ട് നമുക്കൊരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി ബൈ കേണൽ ഓഫ് എഫ് അല്ലെങ്കിൽ കേണൽ ഓഫ് ഫൈ ഈസ് ഐസോമോർഫിക് ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ജി എന്ന് നമുക്ക് അല്ലെങ്കിൽ ഫൈ ഓഫ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് Z24ൽ നിന്നും Z8ലോട്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, നമുക്ക് ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, കോഡൊമെയിൻ എന്ന് പറയുന്നത് റേഞ്ചുമായിട്ട് ഈക്വൽ ആയിരിക്കും. കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്, Z8 അല്ലേ. എങ്ങോട്ടാണ് പോകുന്നത്, Z24ൽ നിന്നും Z8ലോട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വരുന്ന എന്തായിരിക്കും, Z8 ആയിരിക്കും, വിച്ച് ഈസ് ദ റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. Z8 ആണ് നമുക്ക് റേഞ്ച് ആയിട്ട് വരുന്നുണ്ടാവുക, വിച്ച് ഈസ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫൈ ഓഫ് ജി അല്ലേ. നമുക്ക് ഗ്രൂപ്പിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് ജി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z24 ആണ്. അതിന്റെ കേണൽ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ബൈ കേണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ജി ഈസ് നത്തിങ് ബട്ട് Z8 എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഓർഡർ ഓഫ് Z24 ബൈ അതായത് ഓർഡർ ഓഫ് Z24 ബൈ ഓർഡർ ഓഫ് കേണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും, ഓർഡർ ഓഫ് Z8നോട് നമുക്ക് ഐസോമോർഫിക് ആയിരിക്കും. ഓർഡർ ഓഫ് Z8നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഓർഡർ ഓഫ് Z24 എന്ന് പറഞ്ഞാൽ 24 ആണ്, ഡിവൈഡഡ് ബൈ കേണലിന്റെ ഓർഡർ നമുക്കറിയില്ല, n ആയിട്ട് നമുക്ക് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു Z8ന്റെ ഓർഡർ 8 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് n ഈസ് ഈക്വൽ ടു 24/8 വിച്ച് ഈസ് ഈക്വൽ ടു 3. n ഈസ് ഈക്വൽ ടു 3 ആണ്. അതായത് കേണൽ ഫൈനകത്ത് എത്ര എലമെന്റ്സുകൾ ഉണ്ടാവും, 3 എലമെന്റ്സുകൾ ഉണ്ടാവും. ആ കേണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, കേണൽ ഓഫ് ഫൈ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കേണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് എന്താണ്, Z24 ആണ്. Z24ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതിന്റെ ഓർഡർ എന്തായിരിക്കും, ഓർഡർ ഓഫ് കേണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n എന്ന് എടുത്തിട്ടുള്ള 3 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം 3 ഓർഡറിലുള്ള Z24ന്റെ സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത്. Z24ൽ 3 ഓർഡർ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകെ 3 ഓർഡർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, 0, 8, 16. അത് നമ്മൾ നോക്കിയാൽ മതി. Z24ന്റെ സബ് ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. 8, 16, 0 എന്ന് പറയുന്നത് Z24ന്റെ ഒരു സബ് ഗ്രൂപ്പാണ്, വിച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z24 വിച്ച് ഹാസ് ദ കാർഡിനാലിറ്റി അല്ലെങ്കിൽ വിച്ച് ഹാസ് ദ ഓർഡർ 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൺ ടു ഹോമോമോർഫിസം എന്ന് തന്നതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് Z24ൽ നിന്നും Z8ലോട്ടുള്ള ഓൺ ടു ഹോമോമോർഫിസം ആണെങ്കിൽ അതിന്റെ കേണലായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 0, 8, 16 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ബി എ നോൺ സീറോ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, ഓൾ ഓഫ് ഹൂസ് ഏഗൻ വാല്യൂസ് ആർ 0. അതായത് എ എന്ന് പറയുന്ന ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന എന്താണ്, നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഡയഗണൽസിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ നമുക്ക് എന്ത് വരുന്നുണ്ടാവുള്ളൂ, നോൺ സീറോ എൻട്രീസ് നമുക്ക് വരുന്നുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. നമുക്ക് എയുടെ താഴ് ഭാഗത്തെല്ലാം നമുക്ക് അതായത് ഡയഗണലിന്റെ താഴ് ഭാഗത്തെല്ലാം നമുക്ക് വരുന്നത് എന്തായിരിക്കും, നമുക്ക് 0 എൻട്രീസ് ആയിരിക്കും വരുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഇവിടെ ഏഗൻ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. ഏഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. n സീറോസ് അല്ലെങ്കിൽ n/n മെട്രിക്സ് ആണെങ്കിൽ അവിടെ നമുക്ക് വരുന്നുണ്ടാവുക n എലമെന്റ്സുകളും 0 ആയിരിക്കും അല്ലെങ്കിൽ n ഏഗൻ വാല്യൂസും എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. n വാല്യൂസും n ഏഗൻ വാല്യൂസും നമുക്ക് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഏത് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ ആണ്, നോൺ സീറോ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പർ ട്രയാങ്കുലർ ആയിട്ടുള്ള മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എൻട്രീസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡയഗണൽ എൻട്രീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഡയഗണൽ എൻട്രീസ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക, അതിന്റെ ഏഗൻ വാല്യൂ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ I+A ചെയ്യുന്ന സമയത്ത് അതായത് ഇവിടെ കിട്ടുന്ന എന്താണ്, എയുടെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എ എന്ന് പറയുന്ന ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും, അതിന്റെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. സോ എയുടെ ഡയഗണൽ എൻട്രീസുകളൊക്കെ എന്തായിരിക്കും, 0s ആയിരിക്കും വരുന്നുണ്ടാവുക. n/n മെട്രിക്സിൽ n എലമെന്റ്സുകളും 0 ആയിരിക്കും. അതിന്റെ മേലെയുള്ള അതായത് ഡയഗണലിലുള്ള n എലമെന്റ്സുകളും 0 ആയിരിക്കും. അതിന്റെ മേലെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, നോൺ സീറോ എൻട്രീസ് ആയിട്ട് നമുക്ക്
വരുന്നുണ്ടാവാം. ഇനി i പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയഗണലിൽ എല്ലാ എലമെന്റ്സുകളും 1 ആയിട്ടുള്ള മെട്രിക്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്? i എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് വരുന്നുണ്ടാവാം അല്ലേ? അതായത് 1 1 1 1 എന്ന് പറഞ്ഞ് 1 വരെ പോകുന്ന ബാക്കി എല്ലാം സീറോസ് വരുന്ന മെട്രിക്സ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക? നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ i പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ i പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മെട്രിക്സ് എന്തായിരിക്കും? എല്ലാ ഡയഗണൽ എൻട്രീസും 1 ആയിക്കൊണ്ടുള്ള അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ? എല്ലാ ഡയഗണൽ എൻട്രീസും 1 ആയിക്കൊണ്ടുള്ള അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. വീണ്ടും i പ്ലസ് എ എന്ന് പറയുന്നത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ i പ്ലസ് എ എന്ന് പറയുന്നതും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ eigen വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ഡയഗണൽ എൻട്രീസ് ഓഫ് i പ്ലസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? i പ്ലസ് എയുടെ ഡയഗണൽ എൻട്രീസുകളൊക്കെ 1 ആയതുകൊണ്ട് അതിൻ്റെ eigen വാല്യൂസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ള എന്താണ്? i പ്ലസ് എ എന്ന് പറയുന്നത് സിംഗുലർ ആണോ? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. കാരണം ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് i പ്ലസ് എ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് eigen വാല്യൂ ആണ്. 1 1 1കളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, വിച്ച് ഇംപ്ലൈസ് ഇറ്റ് ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. അതായത് സിംഗുലർ അല്ല, നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അതായത് ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണ്, സിംഗുലർ അല്ല. ഓപ്ഷൻ ബി എന്താണ്? ഇൻവെർട്ടിബിൾ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിൽപൊട്ടൻ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നിൽപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എന്തായിരിക്കും? നമുക്ക് eigen വാല്യൂസ് i പ്ലസ് എയുടെ eigen വാല്യൂസുകളൊക്കെ 1 ആണ്. നിൽപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ eigen വാല്യൂസുകളൊക്കെ എന്താണ്? 0 ആയിരിക്കും. അതുകൊണ്ട് അത് നിൽപൊട്ടൻ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഐഡംപൊട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡംപൊട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഐഡംപൊട്ടൻ്റ് ആവാം, ആവാതിരിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ഇൻവെർട്ടിബിൾ ആണ് i പ്ലസ് എ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഇത്രയൊന്നും നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, എയുടെ eigen വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് eigen വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? 0 0 0 n സീറോസ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഐയുടെ eigen വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? n വണ്ണുകളായിരിക്കും അല്ലേ? 1 1 1 അങ്ങനെ 1 ആയിരിക്കും വരുന്നുണ്ടാവുക. i പ്ലസ് എയുടെ eigen വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 1 പ്ലസ് 0 1 പ്ലസ് 0 1 പ്ലസ് 0 എന്നായിരിക്കും നമുക്ക് n 1 പ്ലസ് 0കളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക, വിച്ച് ഈസ് നത്തിങ് ബട്ട് 1 1 എക്സെട്ര 1 എന്ന് പറയുന്നതായിരിക്കും i പ്ലസ് എയുടെ eigen വാല്യൂ. ജനറലി നമുക്ക് രണ്ട് മെട്രിക്സുകൾ തന്നു കഴിഞ്ഞാൽ a പ്ലസ് ബിയുടെ eigen വാല്യൂ നമുക്ക് eigen വാല്യൂ ഓഫ് എ പ്ലസ് eigen വാല്യൂ ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എ പ്ലസ് ബിയുടെ eigen വാല്യൂ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു eigen വാല്യൂ ഓഫ് എ പ്ലസ് eigen വാല്യൂ ഓഫ് ബി. ജനറലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ i പ്ലസ് എയുടെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഐയുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് eigen വാല്യൂ ഓഫ് i പ്ലസ് eigen വാല്യൂ ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് i പ്ലസ് എയുടെ eigen വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? 1 1 1 1 ആണെന്ന് പറയാൻ പറ്റും. എല്ലാ eigen വാല്യൂസും 1 ആണെന്ന് പറയാൻ പറ്റും. ബാക്കി നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൊത്തം കൺസെപ്റ്റ് പറയാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ eigen വാല്യൂസിനൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്ത് സമയം കളയണമെന്നില്ല. ലാസ്റ്റ് പറഞ്ഞതുപോലെ എളുപ്പത്തിൽ എയുടെ eigen വാല്യൂസ് തന്നിട്ടുണ്ട്, ഐയുടെ eigen വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി i പ്ലസ് എയുടെ eigen വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് 0 എന്നുള്ള രീതിയിലായിരിക്കും. അതിൽ നിന്നും i പ്ലസ് എയുടെ eigen വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ് എം ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ aij. അതായത് മെട്രിക്സ് ആണ്. മെട്രിക്സുകളിൽ aij എന്ന് പറയുന്ന എൻട്രീസുകളൊക്കെ എന്താണ്? കോംപ്ലക്സ് എൻട്രീസ് ആണ്. M എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ aij where aij is an m by n matrix where aij belongs to C. അതായത് കോംപ്ലക്സ് നമ്പറിനകത്ത് നിന്നാണ് നമുക്ക് aij എന്ന് പറയുന്ന എലമെന്റ്സുകൾ നമ്മൾ എടുക്കുന്നത് ഓവർ ദ ഫീൽഡ് R. അതായത് ഫീൽഡ് നമ്മൾ എടുക്കുന്നത് R എന്ന് പറയുന്ന റിയൽ നമ്പർ എന്നുള്ളതാണ് നമുക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. ഇപ്പം ജനറലി ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു m by n മെട്രിക്സ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ n by n മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡയമെൻഷൻ ഓഫ് m by n മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? m ഇൻറ്റു n ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് mn ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലേ? ഇപ്പം നമ്മളൊരു 2/3 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 2/3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 × 3 6.
6 എലമെന്റ്സുകളാണ് നമുക്ക് വരുന്നുണ്ടാവുക. റിയൽ ഓവർ ദ ഫീൽഡ് റിയൽ ആകുമ്പോൾ നമ്മൾ എടുക്കുന്നത്. പക്ഷേ എലമെന്റ്സുകളൊക്കെ റിയൽ ആണെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന എന്താണ്? Aij എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത് Aij എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിൽ നിന്നാണ് എടുക്കുന്നത്. അല്ലേ? അപ്പോൾ Aij എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു A+ib ഫോമിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഈ A+ib ൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? A ആൻഡ് B ബോത്ത് ആർ ബിലോങ്സ് ടു ആർ, അല്ലെങ്കിൽ രണ്ടും എയും ബിയും നമ്മൾ ആറിൽ നിന്നും റിയൽ നമ്പറിൽ നിന്നുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും റിയൽ നമ്പറിൽ നിന്നായതുകൊണ്ട് തന്നെ ഓരോ എൻട്രീസിനും നമുക്ക് 2 എലമെന്റ്സുകൾ കൊണ്ട്, അല്ലെങ്കിൽ 2 റിയൽ നമ്പർ കൊണ്ടാണ് നമ്മൾ അതിനെ നമ്മൾ ഫിൽ ചെയ്യുന്നത്. അല്ലേ? Aij എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ A B എന്ന് പറയുന്ന 2 എലമെന്റ്സുകൾ ഉണ്ടാവും. അടുത്ത് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു m/n മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു m/n മെട്രിക്സ് നമ്മൾ എടുക്കുമ്പോൾ ഓരോ എലമെന്റിനും 2 റിയൽ നമ്പേഴ്സ് വീതം നമുക്ക് വേണം. കാരണം Aij കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ A+ib ൽ A B എന്ന് പറയുന്ന 2 എലമെന്റ്സുകൾ നമ്മൾ ഓരോ എലമെന്റ്സിനും, അതായത് A11 ന് 2 എലമെന്റ്സ് വേണം, A12 ന് 2 എലമെന്റ്സ് കാണാം, അങ്ങനെ A1n ന് നമുക്ക് 2 എലമെന്റ്സുകൾ വേണം. ഇങ്ങനെ ഓരോന്നിനും 2 എലമെന്റ്സുകൾ വേണമെന്ന് പറയുമ്പം നമുക്ക് റിയൽ നമ്പർ ആകുമ്പം mn ആണെങ്കിൽ ഓവർ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ നമുക്ക് ഡയമെൻഷൻ വരുന്നത് എന്തായിരിക്കും? 2 × mn ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലേ? mn എന്ന് പറയുമ്പോൾ mn എൻട്രീസുകൾ, ഓരോ എൻട്രീസിലും നമുക്ക് 2 വീതം വേണം എന്നുള്ളത് കൊണ്ട്, 2 റിയൽ നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് 2mn ആയിരിക്കും അതിൻ്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. സോ ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ് Aij where Aij is a matrix m/n where Aij belongs to C എന്ന് പറയുമ്പം, അവിടെ C ആയതുകൊണ്ടാണ്. ഓവർ R ആയിരുന്നുവെങ്കിൽ, ഇവിടെ ബിലോങ്സ് ടു R ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? അത് mn ആണ്, നമുക്ക് അതിന് ഡയമെൻഷൻ വരിക എന്ന് പറയാം. പക്ഷേ ഇവിടെ ഓവർ C ആയതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? 2mn ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് റിംഗ് തിയറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് R is a commutative ring with unit element, then M is maximal ideal of R if and only if. അതായത് R എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അവിടെ M എന്ന് പറയുന്ന ഒരു മാക്സിമൽ ഐഡിയൽ ആണ് എന്ന് പറയണം എന്തിനുണ്ടെങ്കിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. നമുക്ക് വെൽ നോൺ ആയിട്ട് അറിയുന്ന നമ്മുടെ ഒരു തിയറം ഡയറക്റ്റ് ആയിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അതായത് R എന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, M മാക്സിമൽ ഐഡിയൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം? R/M എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആയിരിക്കണം. അതായത് R/M ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് M എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണ്. R/M ഫീൽഡ് ആണെങ്കിൽ M മാക്സിമൽ ഐഡിയൽ ആണ്. അതുപോലെ തന്നെ R/M എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? M എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 2 റിസൾട്ടുകൾ നമ്മൾ റിംഗ് തിയറിയിൽ നിർബന്ധമായിട്ടും ഐഡിയലിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇത് അതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു തിയറം അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് റിംഗ് തിയറിയും അതുപോലെ തന്നെ ലീനിയർ ഓൾജിബ്രയിലും ഗ്രൂപ്പ് തിയറിയിലുമായിട്ട് ചോദിച്ചിട്ടുള്ള, ലീനിയർ ആൻഡ് അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ നിന്നും ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.